ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വ്ളോഗ് കാര്യങ്ങളൊന്നുമല്ല, അപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിലേക്ക് കുറേ കമൻറ്റൊക്കെ വരാറുണ്ട്, ബ്രോ എങ്ങനെയാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും അതോടൊപ്പം തന്നെ പുതിയ യൂട്യൂബേഴ്സിനും പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ ശരി വീഡിയോയിലോട്ട് ഇടാം. ആദ്യം തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതിനേക്കാളും പേഷൻ എന്ന രീതിയിൽ മാത്രം വന്നാലേ ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ അത് നമുക്ക് ഈ യൂട്യൂബിൽ കൂടെ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ടെക്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെക് ചാനൽ തുടങ്ങാം. അതോടൊപ്പം തന്നെ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ചാനൽ, ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരു കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. അല്ലാതെ മിക്സ്ഡ് കണ്ടൻറ്റ് ഇട്ടാൽ റീച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. മാക്സിമം ഒറ്റ കണ്ടൻറ്റ്, ഒരു ചാനൽ ഒറ്റ കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ടെക് ചാനലാണെങ്കിൽ ടെക് പരമായിട്ടുള്ള വീഡിയോ ഇടുക, കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് ചാനലിൻ്റെ വീഡിയോസ്, കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോസ്, പിന്നെ എഡ്യൂക്കേഷൻ ചാനലാണെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോസ്, വ്ളോഗാണെങ്കിൽ വ്ളോഗിൽ തന്നെ ഫാമിലി വ്ളോഗൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി വ്ളോഗ് പരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മിക്സ്ഡ് കണ്ടൻറ്റ് ഇടുകയാണെങ്കിൽ റീച്ച് കിട്ടാനേ ചാൻസ് ഇല്ല. ഇപ്പം നമ്മുടെ ഈ ചാനൽ മിക്സ്ഡ് കണ്ടൻറ്റാണ് ഇടുന്നത്, വ്ളോഗിടും അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള കണ്ടൻറ്റൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതിൽ റീച്ച് ഇല്ല. ഞാനിപ്പം ഒരു ചാനൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ നല്ല റീച്ച് ചെയ്യുന്നുണ്ട്. പെറ്റ്സ് ചാനലാണ്, അപ്പോൾ അതിൽ ഒരുവിധം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒറ്റ കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടാനായിട്ട് കൂടെ ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് വരുമാനം കൊണ്ട് ഇത്ര ഒരു വീട് വെച്ചു, ഇന്ന കാറ് വാങ്ങി, കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ പൈസ കിട്ടുന്നത് മോണിറ്റൈസേഷൻ വരികയാണ്. ആഡ്സെൻസിൽ പൈസ വന്നിട്ട് അങ്ങനെയാണ് വരുന്നത്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനോട് കിടക്കുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കോടികൾ ഉണ്ടാക്കാം, പക്ഷേ അത് അതിൻ്റെ രീതിയിലുള്ള വീഡിയോ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കോടികൾ എന്ന കാര്യങ്ങളൊക്കെ കിട്ടേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം വീഡിയോ ഇട്ട് പിന്നെ 2-3 മാസം കഴിഞ്ഞാണ് വീഡിയോ ഇടുന്നതാണെങ്കിൽ അങ്ങനെയൊന്നും നമ്മുടെ യൂട്യൂബിൽ പറ്റില്ല. മാക്സിമം നമ്മൾ ഒരു മാസം ചാനൽ തുടങ്ങി ഒരു മാസം തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക. അപ്പോൾ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വീഡിയോ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഈ യൂട്യൂബ് ഫീൽഡിൽ വരാനേ പാടില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനൽ മെയിൻ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത് ഏകദേശം 2 വർഷം എടുത്തിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കിയത്. അപ്പോൾ ഇതിൽ ചെറിയ റവന്യൂസ് മാത്രമേ ആ ചാനലിൽ കിട്ടുകയുള്ളൂ. ഒരു ചാനൽ മാത്രമാണ് എൻ്റെ മോണിറ്റൈസേഷൻ, ബാക്കിയെല്ലാം ഞാൻ ചുമ്മാ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാഷൻ എന്ന രീതിയിൽ മാത്രം തുടങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ മറ്റുള്ള ചാനലിൽ ഇന്ന വ്യൂസ് കിട്ടി, നമ്മുടെ ചാനലിൽ 300 വ്യൂസ് 400 വ്യൂസ് മാത്രമാണ് കിട്ടുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കരുത്. ഇപ്പോൾ നിങ്ങളൊന്നൊരു 100 വീഡിയോ ഇട്ടാൽ അതിലൊരു വീഡിയോ എങ്കിലും ക്ലിക്കായിരിക്കും. അതുവഴി നമുക്ക് മോണിറ്റൈസേഷനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ പാഷൻ എന്ന രീതിയിൽ മാത്രം തുടങ്ങാം, അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് പൈസ ഇപ്പോൾ ഇതിൽ വീഡിയോ ഇട്ടാൽ കിട്ടും എന്ന രീതിയിലൊന്നും തുടങ്ങരുത്. മാക്സിമം നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുക, അതൊന്നാമത്തെ കാര്യം. ലോങ് വീഡിയോ ആണെങ്കിൽ മാക്സിമം ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം യൂട്യൂബ് ഷോർട്സ് ആണ് ഇപ്പം പുഷ് ചെയ്യുന്നത്, കൂടുതലും പുഷ് ചെയ്യുന്നത് ഷോർട്സ് ആണ്. മില്യൺ കണക്കിന് വ്യൂസാണ് കിട്ടുന്നത്, കോടി കണക്കിന് വ്യൂസ് ഉള്ളതുകൊണ്ട്. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ കേരളത്തിലുള്ള ബിജു ബ്രോ, അദ്ദേഹത്തിന് അറിയാമല്ലോ, ഷോർട്സ് ഇട്ടാണ് ക്ലിക്കായി. ഇപ്പോൾ ഏകദേശം ഒരു 4.5 കോടി എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള പുള്ളിയാണ്. അപ്പോൾ കേരളത്തിലുള്ള കുറച്ച് പേർക്കേ പുള്ളിയെ അറിയാവുള്ളൂ, പക്ഷേ പുള്ളിയെ അറിയാവുന്നത് കൂടുതലും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓരോ ലാംഗ്വേജിലുള്ളവരാണ് അവരുടെ വീഡിയോ കാണുന്നത്. മ്യൂസിക് ഒക്കെ ഇട്ടാണ് അവരുടെ വീഡിയോസ്. അത് അവരുടെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. KL ബ്രോ ബിജു ഋത്തിക് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതേപോലെയാണെങ്കിൽ നല്ല റീച്ച് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. മെയിനായിട്ടും ഷോർട്സ് ആണ് യൂട്യൂബ് ഇപ്പം കൂടുതലും പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്സ് ഒരു 60 സെക്കൻഡകത്ത് നമുക്ക് എന്ത് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ നല്ല വ്യൂസ് കിട്ടും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇതപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂസ് കുറവായിരിക്കും, പിന്നെ വ്യൂസ് കൂടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നതിനേക്കാളും വ്യൂസ് കിട്ടും നമ്മുടെ ഷോർട്സിന്. ഞാൻ ഇപ്പോൾ ഈ ചാനൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, ലോങ് വീഡിയോക്കാളും വ്യൂസ് ഉണ്ട് ഈ ഷോർട്സ് വീഡിയോസിനൊക്കെ. അപ്പോൾ മാക്സിമം ഇപ്പം
ഷോർട്സ് ചാനൽ ഒരുപാട് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഷോർട്സ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഷോർട്സ് ചാനൽ, ഒരു ഷോർട്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ വീഡിയോയ്ക്കും ഷോർട്സും കൂടെ മിക്സഡാക്കി ഇടണമെങ്കിലും ഇടാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ചാനൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. മെയിൻ വീഡിയോ ആണെങ്കിൽ ഒരിത്. അപ്പോൾ മെയിൻ വീഡിയോ നിന്നായിരിക്കും കൂടുതൽ റവന്യൂ കിട്ടുകയാണെങ്കിൽ മെയിൻ വീഡിയോ നിന്നായിരിക്കും കൂടുതൽ റവന്യൂ കിട്ടുക. ഷോർട്സിൽ നിന്ന് അതിൻ്റെയും പകുതിയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതാണ് ഞാൻ അറിഞ്ഞത്. ഇതുപോലെ യൂട്യൂബിലും അതോടൊപ്പം തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ യൂട്യൂബ് ഫീൽഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പറഞ്ഞ എടുത്തോളം ഷോർട്സിൽ നിന്ന് റവന്യൂ കുറവായിരിക്കും, മെയിൻ വീഡിയോയ്ക്ക് നല്ല റവന്യൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുക. അതോടൊപ്പം തന്നെ ഒരു ചാനലിൽ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഒന്നല്ലെങ്കിൽ രണ്ട്, അല്ല 3-4 ചാനലൊക്കെ തുടങ്ങി നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല. ഒന്നല്ലെങ്കിൽ 2 ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് ഒരു കണ്ടൻറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ നല്ല റീച്ച് കിട്ടും, നല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ ഒരു ഫെയിമും കിട്ടും. മെയിനായിട്ടും വ്യത്യസ്തരായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഒരു ആൾ ഇതേപോലെ ടെക് വീഡിയോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ടെക് വീഡിയോസ് ഇടുന്ന ചാനലുണ്ട്. അപ്പോൾ മിക്കവാറും റിവ്യൂ അങ്ങനെ നോർമൽ രീതിയിലായിരിക്കും പോകുന്നത്. നമ്മുടെ ഷസാം പ്രോയൊക്കെ ആണെങ്കിൽ അതിൽ ആ വീഡിയോ ടെക്കിൽ തന്നെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഫണ്ണി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അതിൽ നമ്മൾ ആൾക്കാരെ ഫുള്ള് വീഡിയോ ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റും ഇരുത്താൻ രീതിയിലുള്ള വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വ്ലോഗ്സ്, അപ്പോൾ പുള്ളിയാണെങ്കിൽ ഇപ്പം നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോ അതേപോലെയൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻസ്പിറേഷൻ വീഡിയോ ഒക്കെയാണ് അവരുടെ ചെയ്യുന്നത്. അതും നല്ലൊരു കണ്ടൻറ്റാണ്. ഈ കേരളത്തിൽ വ്യത്യസ്തരായിട്ട് ചിന്തിച്ചത് നിക്കണ്ണനാണ്. അപ്പോൾ മാക്സിമം അതേപോലെയുള്ള കണ്ടൻറ്റ്, അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ അത്രയും ഫെമിലിയറായിട്ട് വരാത്ത കണ്ടൻറ്റൊക്കെ മാക്സിമം ഇടാം. അതോടൊപ്പം തന്നെ വിദേശത്തുള്ള യൂട്യൂബേഴ്സിൻ്റെ ഇൻസ്പിറേഷൻ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം നമ്മൾ വ്യത്യസ്തരായിട്ട് ചെയ്താൽ ഈ കേരളത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. യൂട്യൂബ് ഫീൽഡിൽ തന്നെ വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇപ്പം മെയിനായിട്ട് എൻ്റെ പെറ്റ്സ് ചാനലാണ് ഇപ്പം റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത്. അതിലും കുറച്ച് റവന്യൂ ഒക്കെ കിട്ടാറുള്ളൂ, അത്യാവശ്യം കുഴപ്പമില്ല. പ്രൊമോഷൻ കുറച്ചൊക്കെ വരാറുണ്ട്, അതിൽ നിന്നും കിട്ടും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഇടുന്ന രീതിയിലല്ല, അല്ലാതെ നമുക്ക് പ്രൊമോഷൻ രീതിയിൽ വരാം. അങ്ങനെയൊക്കെ റവന്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ വഴിയാണ് കൂടുതൽ റവന്യൂ കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം യൂട്യൂബ് ഫീൽഡിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവർ വാച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാം. ലോങ് വീഡിയോ ഒക്കെ മോണിറ്റൈസേഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഷോർട്സിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതും വെച്ച് ചെയ്യാവുന്നതാണ്. അത് പിന്നെ അതിൻ്റെ ഹാഫ് മോണിറ്റൈസേഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ മൈക്കും അതോടൊപ്പം തന്നെ ഗാഡ്ജറ്റും ഒന്നും വാങ്ങാനില്ല. അല്ലാതെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇടുകയാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഗാഡ്ജറ്റ്, ക്യാമറ, മൈക്ക് എല്ലാം എടുത്ത് അവസാനം സക്സസ് ആയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ സ്മാർട്ട് ഫോണിൽ തുടങ്ങുക. അതിലൊരു വിധം ഫോളോവേഴ്സും നല്ല വ്യൂവേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മൈക്ക്, സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ ട്രൈപോഡ്, ക്യാമറ, ഗോപ്രോ അങ്ങനെ എല്ലാം എടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യല്, അല്ലാതെ യൂട്യൂബിൽ നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൽ മെയിനായിട്ട് വേണ്ടതാണ് തംബ്നെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ മിക്ക യൂട്യൂബേഴ്സിനൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം വീഡിയോ കണ്ടപ്പോൾ കണ്ടില്ല, വലിയൊരു പോസ്റ്റർ കൊടുത്തിട്ടില്ല, അതിനെയാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. അതൊക്കെ ആണ് അതിൻ്റെ ഒരു ചാനലിൻ്റെ ഒരു ബാനർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത ഒരു ഡോർ എന്ന് പറയില്ലേ, അതാണ് ഈ തംബ്നെയിൽ. അപ്പോൾ നമ്മൾ ഈ തംബ്നെയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോയിലും നല്ല വ്യൂസൊക്കെ വരും. വീഡിയോയിലും അതോടൊപ്പം തന്നെ നല്ല പ്രസൻറ്റേഷനും അതോടൊപ്പം തന്നെ നല്ല എഡിറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ തുടർന്നുള്ള വീഡിയോ ഒക്കെ കാണും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തംബ്നെയിൽ സെറ്റാക്കി വീഡിയോയിൽ ആളെ എൻഗേജ് ചെയ്ത് ഇരുത്താനായിട്ട് ശ്രമിക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് റീച്ച് ഇല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരുന്ന വീഡിയോസൊക്കെ എടുത്ത്
അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാകും, കോപ്പി റൈറ്റ് സ്ട്രൈക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ വല്ലവരെയും വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ അവർ ഇതേപോലെ യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. എൻ്റെ മെയിൻ ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ഇതേപോലെ യൂട്യൂബിൽ ഇതേപോലെ കോപ്പി റൈറ്റ് ഇതേപോലെ പൈസ കിട്ടും, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വാട്സപ്പിൽ വന്ന് ഏതൊരു വീഡിയോ എടുത്തിട്ട് ഒരു ട്രോൾ വീഡിയോ ആയിരുന്നു. ഹലോ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്പൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ അല്ലാതെ ചൈനയുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒരു ട്രോൾ വീഡിയോ എടുത്ത് ഇട്ടു. അങ്ങനെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം റിമൂവ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതേപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് ഇതേപോലെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കോപ്പി റൈറ്റ് ഒന്നും വാങ്ങിച്ചു കൂട്ടാറില്ല. ഇപ്പോൾ ഒരു 3 സ്ട്രൈക്കാണ് യൂട്യൂബിൽ അലൗഡ് ആയിട്ടുള്ളത്. ഈ 3-ൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ യൂട്യൂബ്. അതുകൊണ്ട് നിങ്ങൾ വല്ലവരും വീഡിയോ എടുത്ത് ഇടാതിരിക്കുക. നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. ഇതിൽ തന്നെ യൂട്യൂബിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് അനുസരിച്ച് വീഡിയോ ആണെങ്കിൽ നല്ല റീച്ചും അതോടൊപ്പം തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം നല്ല യൂട്യൂബിൽ നല്ലതായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂട്യൂബേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു ചെറിയൊരു വീഡിയോ ചെയ്തത്. ഇതൊരു പാർട്ട് 1 മാത്രമാണ് കേട്ടോ. പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇടുന്നത്. നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് കുറേ പേര്, അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ യൂട്യൂബ് ചാനലിൽ റവന്യൂ കിട്ടും, നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ട റീച്ച് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ജോലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് ഈ യൂട്യൂബ് ഫീൽഡിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്, എപ്പം വേണമെങ്കിലും പോവാം, പെർമനൻ്റ് അല്ല. നമ്മുടെ ഒരു ജോലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫീൽഡിൽ വരികയാണെങ്കിൽ സൈഡ് ആയിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ആണ് നല്ലത്. കാരണം ഇപ്പം അഥവാ ഇത് എന്തെങ്കിലും ബാൻ ആവുകയോ എന്തെങ്കിലും സംഭവിച്ചോ ചാനൽ ടെർമിനേറ്റ് ആവുകയോ നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഈ യൂട്യൂബ് മാത്രം ആശ്രയിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടും. അല്ലാതെ നിങ്ങൾ സൈഡായിട്ടാണെങ്കിൽ ഈ യൂട്യൂബും കൊണ്ടുനടക്കുക. അല്ലാതെ നിങ്ങൾ ജോലി ഉപേക്ഷിച്ചിട്ട് യൂട്യൂബ് മാത്രം എന്ന് പറയുന്ന രീതിയിൽ വരരുത്. കേരളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതേപോലെ യൂട്യൂബ് മാത്രം മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് കൊണ്ടുപോകാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിത്തം നന്നായിട്ട് നടത്തുക. അല്ലാതെ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ പറ്റുന്നുള്ളവർക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ജോലിയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ നമ്മൾ തുടർന്ന് വീഡിയോ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ലൈഫ്, യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ടുള്ളത്, ടെക് പരമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ടും വ്ളോഗ് ചാനലാണ്, ട്രാവൽ വ്ളോഗ്, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാം ഇതിൽ വരും. അതോടൊപ്പം തന്നെ ഷോർട്സാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ എന്നൊരു ഗുഡ് ബൈ.